എൻ്റെ 10ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച മലയാളം മുൻഷി എന്നോട് ചോദിച്ചു തിലകൻ്റെ അർത്ഥം എന്താണ്. ഞാൻ പറഞ്ഞു തിലകൻ്റെ അർത്ഥം തിലകൻ പൊട്ടുള്ളവൻ അല്ല പൊട്ടൻ എന്നാണ്. പറഞ്ഞു തിലകം പൊട്ട് തിലകൻ പൊട്ടൻ. അപ്പം ഞാൻ ചോദിച്ചു സാറേ ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിച്ചു എന്താണ് ദശരഥം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അത് 10 രഥം. ദശരഥൻ എന്ന് പറഞ്ഞാലോ 10 രഥം ഉള്ളവൻ. ആ ഉള്ളവൻ എവിടെ നിന്ന് വന്നു? അപ്പൊ തിലകൻ എന്ന് പറഞ്ഞാൽ പൊട്ടുള്ളവനല്ലേ? അല്ല പൊട്ടനാ. ഇപ്പൊ സാറൊരു കാര്യം മനസ്സിലാക്കിയത് എന്താ? സാറ് ഞങ്ങളെ പഠിപ്പിക്കാൻ അർഹനല്ല. അതെ, തിലകൻ എന്ന വാക്ക് സംസ്കൃതത്തിൽ നിന്നുള്ളതാണ്. ഇതിന്റെ അർത്ഥം സാധാരണയായി തിലകം, നെറ്റിയിൽ അണിയുന്ന കുറി എന്നതുമായി ബന്ധപ്പെട്ടാണ്. കൂടാതെ പ്രസിദ്ധനായ ആൾ അല്ലെങ്കിൽ ശ്രേഷ്ഠൻ എന്ന അർത്ഥത്തിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. മലയാളത്തിൽ ഇത് ഒരു വ്യക്തിയുടെ പേരായും ഉപയോഗിക്കുന്നുണ്ട്. പ്രാചീനകാലത്ത് നെറ്റിയിൽ കുറിയിടുന്നത് ഒരു പ്രത്യേക സ്ഥാനത്തെയോ പ്രാധാന്യത്തെയോ സൂചിപ്പിച്ചിരുന്നു. ഈ അർത്ഥത്തിൽ നിന്നാണ് പ്രമുഖൻ അല്ലെങ്കിൽ ശ്രേഷ്ഠൻ എന്നുകൂടി തിലകൻ എന്ന വാക്കിന് അർത്ഥം വന്നത്. അതായത് ഒരു കൂട്ടത്തിൽ തിലകം പോലെ പ്രശസ്തനായവൻ എന്ന സങ്കല്പത്തിൽ നിന്നാണ് ആ അർത്ഥം ഉരുത്തിരിഞ്ഞത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നെറ്റിയിൽ കുറിയുള്ളവൻ, പ്രമുഖനായ വ്യക്തി അല്ലെങ്കിൽ ശ്രേഷ്ഠൻ. തിലകം എന്ന വാക്കിനോടൊപ്പം ഇൻ ചേരുമ്പോഴാണ് തിലകൻ എന്ന രൂപം വരുന്നത്. ഈ ഇൻ എന്ന പ്രത്യയം ഇവിടെ ഉള്ളവൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവൻ എന്ന അർത്ഥം നൽകുന്നു. പിന്നീട് ഈ അർത്ഥം വികസിച്ച് പ്രമുഖൻ അല്ലെങ്കിൽ ശ്രേഷ്ഠൻ എന്നുകൂടി ആയി മാറുകയായിരുന്നു. ഇൻ എന്ന അക്ഷരത്തിന് ഇവിടെ ഒരു പ്രത്യേക അർത്ഥം ഒറ്റയ്ക്ക് ഇല്ല, അതൊരു പ്രത്യയമാണ്. ഇൻ എല്ലായ്പ്പോഴും പ്രത്യയമല്ല, ചിലപ്പോൾ ഇത് പദത്തിന്റെ അവിഭാജ്യ ഭാഗമായിരിക്കും. തിലകൻ എന്ന പദത്തിൽ ഇന്ത്യ എന്നത് ഒരു പുല്ലിംഗ പ്രത്യയം ആണ്. ഇത് തിലകം എന്ന നപുംസക് പദത്തെ അല്ലെങ്കിൽ സ്ത്രീലിംഗത്തെ പുല്ലിംഗ പദമാക്കി മാറ്റുന്നു. ഇൻ എന്നത് മലയാളത്തിൽ വളരെ സാധാരണമായ ഒരു പ്രത്യയമാണ്. പ്രത്യേകിച്ച് വ്യക്തികളെയും അവരുടെ ലിംഗത്തെയും സൂചിപ്പിക്കാൻ ഒരു വസ്തുവിൽ നിന്ന് ഒരു വ്യക്തിയിലേക്ക്, പ്രത്യേകിച്ച് പുരുഷനിലേക്ക് അർത്ഥം മാറുന്നത് ഈ ഇൻ പ്രത്യയം ചേരുമ്പോഴാണ്. ഇൻ എന്ന പുല്ലിംഗ പ്രത്യയം ചേർത്തതിനാൽ തിലകൻ, തിലകമുള്ളവൻ, ശ്രേഷ്ഠനായ പുരുഷൻ എന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നത്. ലിംഗപ്രത്യയം, അതായത് സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകലിംഗം വേർതിരിച്ചു അറിയാത്തവൻ ഒരു മലയാള അധ്യാപകൻ ആകാൻ യോഗ്യൻ അല്ല എന്ന് പറയാം. പക്ഷേ അറിവ് പുനരവലോകനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ അത് ഒരു പ്രശ്നമല്ല. ഒരു മലയാള അധ്യാപകൻ ഭാഷയുടെ അടിസ്ഥാനങ്ങൾ, ലിംഗം, വിഭക്തി, കാലം ശരിയായി അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. അറിവ് കുറവാണെങ്കിൽ അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക.